നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമരചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച VS അച്യുതാനന്ദന് നാടിന്റെ ഹൃദയാഞ്ജലി. VSന്റെ അവസാന യാത്ര നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത് 22 മണിക്കൂർ കൊണ്ട്. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പോരാട്ടങ്ങളുടെ പ്രതീകമായ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. കണിപ്പയൂരിൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം 82-കാരിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ ശാരദയുടെ 1.5 പൗണ്ട് തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ദൃശ്യങ്ങൾ CCTVക്ക് പോലീസ് അന്വേഷണം ഊന്നുന്നു. ആശങ്കയ്ക്കിടയാക്കി കുഴഞ്ഞു വീണ് മരണങ്ങൾ. ചാലിശ്ശേരിയിൽ 14-കാരൻ കളി കഴിഞ്ഞ് വീട്ടിലെത്തി ഉടൻ കുഴഞ്ഞു വീണ് മരിച്ചു. പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇയാൾ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുത്തുകല്ലെ ഒലക്കെങ്കിൽ ഔസേഫ് മകൾ കൃപ ആണ് മരിച്ചത്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി വ്യാഴാഴ്ച. ചടങ്ങുകൾക്കായി തർപ്പണ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഒരുങ്ങി. പഞ്ചവടി വാക്കടപ്പുറത്തും പഴഞ്ഞി തുപ്പേശ്വര ക്ഷേത്രത്തിലും വിപുലമായ ക്രമീകരണങ്ങൾ. ഡോൾഫിന്റെ ജഡം വീണ്ടും കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസ് തീരത്താണ് ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ബ്ലാങ്ങാട് ബീച്ചിൽ ജഡം കരക്കടിഞ്ഞിരുന്നു. അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിഞ്ഞെന്ന ആശങ്ക തീരമേഖലയിൽ വ്യാപകം. വാർത്തകൾ വിശദമായി. VSന് നിത്യസ്മരണം. പിറന്ന സൂര്യ തേജസ്സേ അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ മനുഷ്യ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്ന വാറുമാർസിസം. കേരളത്തിന്റെ സമരചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് നാടിന്റെ ഹൃദയാഞ്ജലി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തലസ്ഥാന നഗരി വിട്ട സമരസൂര്യൻ മണിക്കൂറുകൾ ഏറെ വൈകി 22 മണിക്കൂർ കൊണ്ടാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് നിശ്ചേതനായി എത്തിയത്. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പോരാട്ടങ്ങളുടെ പ്രതീകമായ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ചായിരുന്നു എന്നും സമയനിഷ്ഠ പുലർത്തിയ VSന്റെ അവസാന യാത്ര. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആൾക്കൂട്ടത്തിന്റെ ആദരമേറ്റുവാങ്ങി VSന്റെ വിലാപയാത്ര ഉച്ചയ്ക്ക് 12:30യോടെയാണ് പുന്നപ്രയിലെ വീട്ടിലേക്കെത്തിയത്. വഴിനീളെ പെരുമഴയത്തും അർദ്ധരാത്രിക്കപ്പുറവും തടിച്ചുകൂടി നിന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങി. ഒടുവിൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയപ്പോൾ അവിടം മറ്റൊരു ജനസാഗരമായി മാറിയിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 100-കണക്കിന് ആളുകൾ രാവിലെ മുതൽ വീട്ടിലെത്തി കാത്തുനിൽക്കുകയായിരുന്നു. ഇന്നു രാവിലെ 9 മണിയോടെ പുന്നപ്രയിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. തിരുവമ്പാടിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം അരമണിക്കൂറായി വെട്ടിച്ചുരുക്കിയെങ്കിലും അണമുറിയാത്ത ജനപ്രവാഹം കാരണം 3 മണിക്കൂറിലധികം സമയമെടുത്താണ് ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കാനായത്. കണ്ഠമിടറുന്ന മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ VSന്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര വൈകിട്ട് 6ഓടെയാണ് ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികളോടെയും കണ്ണീരോടെയുമാണ് ആയിരക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. ഭൗതികദേഹം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മാറ്റിയ ശേഷം ത്രിവർണ പതാക പുതപ്പിച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ജനപ്രതിനിധികൾ VSന് അന്തിമോപചാരം അർപ്പിച്ചു. ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്ക് എത്തിയതോടെ VSനെ കാണാനെത്തിയവരെ 4 വരികളിലാക്കി കടത്തിവിട്ടു. പൊന്നപ്ര വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പൊന്നപ്ര വയലാർ സമരനായകനുമായി
ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ സ്ഥാപക നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കുന്നംകുളത്ത് സർവകക്ഷി യോഗം അനുശോചനം രേഖപ്പെടുത്തി. ടൗൺ ഹാളിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ബദൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, NCPS ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അൻവർ, ജനതാദൾ പ്രസിഡന്റ് നാസർ ഹമീദ്, CMP ഏരിയ സെക്രട്ടറി VG അനിൽ, കേരള കോൺഗ്രസ് B പ്രസിഡന്റ് KK സുബ്രഹ്മണ്യൻ, RMP ഏരിയ സെക്രട്ടറി VK തമ്പി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. കേരളത്തിൽ മിച്ചഭൂമി എന്ന് പറയുന്നത് പാവപ്പെട്ടവന് പ്രാപ്യമാകുന്നതിന് വേണ്ടിയുള്ള നിയമമുണ്ടായപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി അധികാരികൾ തയ്യാറാകാതെ വന്ന ഘട്ടത്തിൽ VS നേതാവായിരിക്കെയാണ് 1970 ജനുവരി മാസം 1-ാം തീയതി അത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കിക്കൊണ്ട് മിച്ചഭൂമികൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് തീരുമാനിക്കുന്ന സമരത്തിലേക്ക് VS നേതൃത്വം നൽകുന്നത്. 82-ാം വയസ്സിൽ ഒരു മുഖ്യമന്ത്രിയാവുക എന്നത് ഈ വരുന്ന തലമുറയ്ക്ക് ഒരു സ്വപ്നം മാത്രമാണ്. കാരണം 82-ാം വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് അത് അദ്ദേഹത്തിൻ്റെ വിൽ പവർ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈ 82-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായി അവിടുന്ന് അങ്ങോട്ട് പാവപ്പെട്ടവൻ്റെ വിഷയങ്ങൾ ഏറ്റെടുത്തും ആരുടെയും ഒരു പ്രലോഭനത്തിനും അടിപതറാതെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വിലമതിക്കാതെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ജനങ്ങൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇന്ന് ഓടി വന്നതും. ഒടുവിലെ ശ്വാസം നിലയ്ക്കുമ്പോഴും തെല്ലു കുറയാത്ത പോരാട്ട വീര്യമേ VS വലിയ ചുടുകാട്ടിൽ കെടാതെന്നുമാളുന്ന വിപ്ലവജ്വാലയ്ക്കു പേരാണു VS വലിയ ചുടുകാട്ടിൽ കെടാതെന്നുമാളുന്ന വിപ്ലവജ്വാലയ്ക്ക് പേരാണു VS. ആ വലിയ മനുഷ്യന്, പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ. ഇന്ന് നീക്കപ്പെടുമ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസും പറഞ്ഞത് ജനങ്ങളുടെ സ്വന്തം VS നീക്കപ്പെട്ടു എന്നാണ്. ആ രണ്ടക്ഷരത്തിന് അങ്ങനെയുള്ള ഒരുപാട് മാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിക്കുന്ന ആർക്കും ഏത് കാലത്തും ഏത് പാഠപുസ്തകത്തിലും ലഭിക്കാത്ത പാഠങ്ങളാണ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ഇവിടെ നിന്ന് നീക്കപ്പെടുന്നത്. മറ്റു വാർത്തകൾ. കാണിപ്പയ്യൂരിൽ ബൈക്കിലെത്തിയ 2-അംഗ സംഘം 82-കാരിയുടെ മാല പൊട്ടിച്ചു കടന്നു. വളരെ തന്ത്രപരമായിട്ടാണ് പ്രായമേറിയ സ്ത്രീയെ കബളിപ്പിച്ച് സംഘം സ്വർണം കവർന്നത്. കാണിപ്പയ്യൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ വന്ന 2-അംഗ സംഘം കവർന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. നാട്ടുവൈദ്യം ചെയ്യാറുള്ള ശാരദയോട് നാട്ടുവൈദ്യത്തിന്റെ പേരു പറഞ്ഞാണ് സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘത്തിലെ ഒരാൾ വീടിനകത്തേക്ക് കയറിയത്. ഇയാൾ കൊണ്ടുവന്ന അടക്കയും വെറ്റിലയും ശാരദയ്ക്ക് നൽകുകയും തുടർന്ന് മാലയിൽ കയറിപ്പിടിച്ച് പൊട്ടിച്ചെടുക്കുകയുമായിരുന്നുവെന്ന് ശാരദ പറഞ്ഞു. വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് ഉപ്പ് ഇവിടെ വെച്ചു. ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇരിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് അയാള് കണ്ട് ഇതെടുത്തിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് കണ്ടു
അയ്യോ എന്റെ ഇത് എടുത്തില്ലാന്ന് പറഞ്ഞിട്ടൊക്കെ ഉറക്കാൻ വിളിക്കാൻ പറ്റണില്ല, എനിക്ക് വയ്യാത്തതല്ല. എന്നിട്ട് അയാള് കണ്ടു ഒറ്റ പോക്ക പോയി, ഇതെങ്ങനെ പോയി, ഒരാളും ഇല്ല. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്താണ് മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത്. സംഭവം നടക്കുന്ന സമയം വീട്ടിലോ വീടിനു പരിസരത്തോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയന്നു വിറച്ച ശാരദ പിന്നീട് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ മക്കൾ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. കവർച്ചയ്ക്ക് ശേഷമുള്ള നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ വീടുകളിലെയും കടകളിലെയും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് മില്ല് സെന്ററിന് സമീപത്തുള്ള റേഷൻ കടയിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. റേഷൻ കടയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിൽ വൻ ക്രമക്കേടും പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ടെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഗോതമ്പ്, അരി എന്നിവയുടെ വിതരണത്തിൽ വൻ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. 12 ചാക്ക് അരിയും 12 ചാക്ക് ഗോതമ്പും സ്റ്റോക്കിൽ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വീണ്ടും ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൗസ് തീരത്താണ് ബുധനാഴ്ച രാവിലെ ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസം ബ്ലാങ്ങാട് ബീച്ചിൽ മറ്റൊരു ഡോൾഫിന്റെ അഴുകിയ ജഡം കരക്കടിഞ്ഞിരുന്നു. ജഡം ലൈഫ് ഗാർഡ്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DMC അധികൃതരുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തന്നെ കടൽ തീരത്തിന് വടക്ക് ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്ത് സംസ്കരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ബ്ലാങ്ങാട് ബീച്ചിൽ നിന്ന് തെക്ക് ഭാഗത്ത് 3 കിലോമീറ്റർ മാറി മറ്റൊരു ഡോൾഫിന്റെ ജഡം കൂടി കരക്കടിഞ്ഞത്. അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക ഇതോടെ തീരമേഖലയിൽ ശക്തമായി. കോറി വേസ്റ്റുമായി വന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടെ ചങ്ങരംകുളം വളയംകുളം മാങ്കുളത്താണ് സംഭവം. കുളത്തിന് സമീപത്തെ വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിന് കോറി വേസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറിയാണ് റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീണത്. കുളത്തിന്റെ വശത്തെ ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന ലോറിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. 30 അടിയിലേറെ താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണ്ണമായും മുങ്ങി. മണിക്കൂറുകളുടെ ശ്രമഫലമായിട്ടാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്ക് കയറ്റിയത്. 14-കാരൻ കുഴഞ്ഞു വീട് മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. രമ്യ മാതാവും ആദർശ സഹോദരനുമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. എയ്യാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കുത്തുകല്ലെ ഒലക്കെങ്കിൽ ഹൗസ് സേഫ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. തൃശൂരിലെ ബാങ്ക് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയാണ്. പനി ബാധിതയായിരുന്നു. ബുധനാഴ്ച രാവിലെ കോളേജിൽ എത്തിയിരുന്നു. രണ്ടാമത്തെ പീരീഡ് ആരംഭിച്ചപ്പോൾ ക്ലാസ്സിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. ജൻസി മാതാവും അമൽനാഥ് സഹോദരനുമാണ്. സംസ്ഥാന പാതയിൽ കുന്നംകുളം പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പൈപ്പ് പൊട്ടിയത്. പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം ശക്തമായി സമീപത്തെ കാനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൂങ്കുന്നം കുറ്റിപ്പുറം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മേഖലയിൽ റോഡ് പൊളിച്ചിട്ടത് മൂലം വലിയ കുഴികളാണ് ഇവിടെങ്ങും. ഇതിന് സമീപത്ത് തന്നെയാണ് പൈപ്പ് പൊട്ടിയത്. എത്രയും വേഗം പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. പോലീസ് ചമഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. പഴഞ്ഞി സ്കൂളിന് സമീപത്തുള്ള കുരിശുപള്ളിയോട് ചേർന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്താണ് പോലീസ് എന്ന വ്യാജേന എത്തിയവർ ബാഗുകൾ പരിശോധിച്ച് മോഷണം നടത്തിയത്. ബാഗുകളിൽ ഉണ്ടായിരുന്ന പണവും തിരിച്ചറിയൽ കാർഡുകളും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവരെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചക്കം കണ്ടത്തെ മാലിന്യ പ്രശ്നം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ ചക്കം കണ്ടത്തിന്റെ ദുർവിധി പറയുന്ന ഒരു ഹ്രസ്വചിത്രവും ശ്രദ്ധിക്കപ്പെടുകയാണ്. 11 വർഷം മുൻപ് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത്.
എന്ത് മണ? നാറിയിട്ട് വയ്യ. എല്ലാരും മൂക്ക് പൊത്തിക്കും. ഇതാണോ വീഗാലാൻഡ്? മാഷ് എന്തിനാ 2014 അധ്യാപകരായ റാഫി നീലങ്കാവിൽ നിർമ്മാണവും രചനയും സൈജോ കണനായ്ക്കൽ സംവിധാനവും നിർവഹിച്ച തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ലഘുചിത്രമാണ് ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നത്. ചക്കങ്കണ്ടത്തെ പുഴയെയും അവിടുത്തെ നിവാസികളുടെ ദുരന്ത ജീവിതത്തെയും പ്രമേയമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. എത്രയോ ഭംഗിയുള്ള സ്ഥലമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആ കാണുന്നതാണ് കണ്ടൽക്കാട്. കണ്ടില്ലേ? ദേ കൊക്കുകൾ വന്നു. കണ്ടില്ലേ? എത്രയോ മനോഹരമായിരുന്ന സ്ഥലമാണെന്നറിയോ? ഈ ആവാസ വ്യവസ്ഥയെയാണ് മലിനീകരണം മൂലം നാം തകർത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജല സ്രോതസ്സുകളായ നദികൾ, തോടുകൾ ഇവയൊക്കെ മാലിന്യം ഒഴുക്കിവിടാനുള്ള അഴുക്കുചാലുകളാക്കി നാം മാറ്റി. മാലിന്യം മൂലം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം ഇല്ലാതാകുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ ദുരിത ജീവിതവും കാഴ്ചകളും അതുപോലെ തുടരുന്നു എന്നതിൽ ഏറെ ദുഃഖം തോന്നുന്നുവെന്ന് പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകൻ കൂടിയായ റാഫി നീലങ്കാവിൽ പറയുന്നു. വലിയ തോടുവഴിയെത്തുന്ന മാലിന്യം കായൽ വഴി അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. വലിയ മത്സ്യ സമ്പത്തുൾപ്പെടെയുള്ള ആവാസ വ്യവസ്ഥയെയാണ് ഇതില്ലാതാക്കുന്നത്. മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ സംസ്കരിക്കുന്നതിനുള്ള പദ്ധതികളാണ് നാം പരിഗണിക്കേണ്ടത്. ആധുനിക സമൂഹത്തിന്റെ മാർഗങ്ങൾ ഇനിയെങ്കിലും സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചക്കങ്കണ്ടം കായലിൻ്റെ ദുർവിധിയാണ് 14 വർഷങ്ങൾക്ക് മുന്നേ തവളയും ചാവും മീനും ചാവും ചാച്ചിക്കുട്ടിയും ചാവും എന്ന ഹ്രസ്വ ചിത്രത്തിന് പ്രേരകമായത്. അവിടുത്തെ ആളുകളുടെ ദുസ്സഹമായ ജീവിതം നേരിട്ട് കണ്ടപ്പോഴാണ് ഈയൊരു ചിത്രം നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് മനസ്സിലായത്. ഈ വലിയ തോടിൽ നിന്ന് വരുന്ന ഈ മാലിന്യം പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു മാലിന്യം മുഴുവൻ എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ ചേറ്റുവ കായലിൽ നിന്ന് നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗം മീനുകളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ അതോടുകൂടി ഇല്ലാതാവുകയാണ്. ഹ്രസ്വ ചിത്രത്തിലെ ഏതാനും ഭാഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഷോർട്ട് ഫിലിമിന്റെ പൂർണ്ണരൂപം ജനകീയ ചലച്ചിത്രവേദി എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ സുന്ദരമുഖങ്ങൾ മാത്രമല്ല, നമ്മൾ മൂലം വികൃതമാക്കിയ ഈ മുഖങ്ങളും നാം കാണണം. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ KSRTC സ്വിഫ്റ്റ് ബസ് റോഡിൽ നിന്ന് തെന്നിമാറിയ അപകടം. ആർക്കും പരിക്കില്ല. പത്തനാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് സംഭവം. ടോറസ് ലോറി പെട്ടെന്ന് മുന്നിലേക്ക് കടന്നു വന്നതോടെ അപകടം ഒഴിവാക്കാൻ വെട്ടിച്ച ബസ് റോഡിൽ നിന്ന് തെന്നിമാറി പാതയോരത്തേക്ക് ചെരിയുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് വാഹനം നിന്നത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. റോഡിൽ വാഹനം കിടക്കുന്നതിനാൽ ഗതാഗത തടസ്സവും രൂക്ഷമായി. ക്രെയിൻ ഉപയോഗിച്ച് ബസ് പിന്നീട് ഇവിടെ നിന്ന് നീക്കി. ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. ബുധനാഴ്ച രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി എറവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഔഷധക്കൂട്ടുകൾ ചേർത്ത ചോറും നാളികേരം, ശർക്കര, വിവിധതരം പഴവർഗ്ഗങ്ങളുമാണ് ആനകൾക്ക് നൽകിയത്. കർക്കിടകം 1 മുതൽ 7 വരെ ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നന്ദിനി ടീച്ചറുടെ നേതൃത്വത്തിൽ 31 ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5-ന് നാലമ്പല ദർശനം നടത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആനയൂട്ടിന് ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജു പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ പഞ്ചാരമുക്കിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ പോസ്റ്റ് തകർന്നു. മറ്റത്ത് നിന്ന് വരികയായിരുന്ന കാറിന് മുന്നിലേക്ക് ബൈക്ക് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. KSEBയുടെ നേതൃത്വത്തിൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു.
സേവനപാതയിൽ ഒരു വർഷം പിന്നിടുന്ന കോട്ടപ്പടി അഭയഭവൻ വയോജന കേന്ദ്രത്തിൽ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ സന്ദർശനം നടത്തി. സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പോലിത്ത, അഭയഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, എക്സിക്യൂട്ടീവ് അംഗം ഫാദർ സക്കറിയ കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. അഭയഭവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വൈദികർ, അഭയഭവൻ കോർഡിനേറ്റർമാർ, സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നൂർക്കുളം മണ്ടത്തോട് GMLP സ്കൂളിൽ വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കാനാണ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ വർണ്ണക്കൂടാരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മൂസ ആലത്തയിൽ, പ്രേമ സിദ്ധാർത്ഥൻ, ബുഷറ നൌഷാദ്, PS അലി, പ്രധാനാധ്യാപിക ഷക്കീല ടീച്ചർ, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട്, SSG ചെയർമാൻ അബ്ദുസമദ്, BRC കോർഡിനേറ്റർ സനൂബ്, അമീൻ, ശ്രീനിവാസൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മന്ദലാംകുന്ന് GFUP സ്കൂളിൽ നടന്ന പാഴ്പുതുക്കം ഉത്സവം പുന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രവർത്തനം. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തുണിസഞ്ചികൾ പ്രധാനാധ്യാപിക പഞ്ചായത്തിന് കൈമാറി. തുടർന്ന് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേയുടെ ഭാഗമായി IRTC ഹരിത സഹായ സ്ഥാപനത്തിൻ്റെയും ലൂക്കയുടെയും നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങൾ ഈ പ്രവർത്തനം നടക്കുന്നത്. SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, മദർ PTA പ്രസിഡന്റ് ഷാമില റൌഫ്, IRTC കോർഡിനേറ്റർ BS ആരിഫ, യൂസഫ് തണ്ണി തുറക്കൽ, ഷാഹിന സക്കറിയ, റുക്കിയ ഹനീഫ, റസിയ ഫസലു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും മുഹ്സന ടീച്ചർ നന്ദിയും പറഞ്ഞു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥികൾ ദേശീയ മാമ്പഴ ദിനം ആചരിച്ചു. ഇന്ത്യയിലെ ദേശീയ ഫലവും പഴങ്ങളുടെ രാജാവുമായ മാമ്പഴത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ദിനാചരണം സഹായകമാകുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഗീവർഗീസ് മാത്യു പറഞ്ഞു. മാമ്പഴത്തിന്റെ പ്രാധാന്യം, പോഷക ഗുണങ്ങൾ, കാർഷിക പ്രാധാന്യം എന്നിവ ഉൾപ്പെടുത്തി കഥ, പാട്ട്, ഡാൻസ് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. മാമ്പഴം കൊണ്ടുള്ള സ്വാദിഷ്ടമാർന്ന വിഭവങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ബെനീറ്റ ചാർലി, KV പ്രവിത, B ജയന്തി എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ PTA, ജീവകാരുണ്യ സംഘടനയായ മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ, ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവയും പ്രമുഖ ആശുപത്രികൾ, ആരോഗ്യരംഗത്തെ സംഘടനകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ സെമിനാറും സംഘടിപ്പിക്കുന്നു. ജൂലൈ 26-ാം തീയതി രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ദന്തരോഗം, നേത്ര, കാർഡിയോളജി, പൾമനോളജി, ആയുർവേദം, ജനറൽ മെഡിസിൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും ബ്ലഡ് ടെസ്റ്റ്, ജനറൽ ചെക്കപ്പ് തുടങ്ങി വിവിധ പരിശോധനകളും സൗജന്യമായി ലഭ്യമാകും. ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സെമിനാറുകൾ ഉണ്ടാകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാകും. രജിസ്ട്രേഷനായി 99 95 46 22 24, മറ്റൊരു നമ്പർ 94 46 98 84 12 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലൂടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവാർന്ന പ്രകടനവുമായി അശ്വിൻ. ചേലക്കര SMTG ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അശ്വിൻ. 2024-25 കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഇൻസ്പയർ അവാർഡും, കഴിഞ്ഞ വർഷം മാത്സ് ടാലന്റ് എക്സാമിൽ 2ാം സ്ഥാനവും, ഈ വർഷം നടന്ന കേരള ഗണിതശാസ്ത്ര പരിഷത്തിന്റെ മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും, ബാംഗ്ലൂരിൽ വെച്ചു നടന്ന ഷെൽ ആൻഡ് എക്സ്പ്ലോറേഴ്സിന്റെ സയൻസ് പ്രൊജക്ട് മത്സരത്തിൽ ദേശീയ തലത്തിൽ 2ാം സ്ഥാനവും അശ്വിന് ലഭിച്ചു. ജനുവരിയിൽ കോഴിക്കോട് വെച്ചു നടന്ന ഡോപ്പ ജൂനിയർ സയന്റിസ്റ്റ് മത്സരത്തിൽ വിജയിയായി. സ്പേസ് കിഡ്സ് ഓഫ് ഇന്ത്യയുടെ യങ് സയന്റിസ്റ്റ് ഓഫ് ഇന്ത്യ മത്സരത്തിൽ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 21-22 തീയതികളിൽ ചെന്നൈയിൽ വെച്ചാണ് മത്സരം. കൂടാതെ YIP ശാസ്ത്രപഥം 7.0 പ്രാഥമിക റൗണ്ടിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അശ്വിൻ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി കേരള സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ട്
തിരുവനന്തപുരം മൺവിളയിലുള്ള അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് സംസ്ഥാന തലത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച നവസാങ്കേതിക വിദ്യ ശില്പശാലയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള 56 വിദ്യാർത്ഥികളിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിടുക്കരായ 9ാം ക്ലാസ് വിദ്യാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് അശ്വിൻ. 8ാം ക്ലാസ് മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ അംഗമാകാൻ സാധിക്കുക. അവധി ദിവസമായ ശനിയാഴ്ചകളിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ MV പ്രശോഭിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഗവൺമെന്റ് അന്ധവിദ്യാലയത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കാറുള്ളത്. പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കിഷ്ടപ്പെട്ട മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ പ്രൊജക്ട് വർക്കുകൾ നടത്തും. തെരഞ്ഞെടുക്കപ്പെടുന്ന 20 കുട്ടികൾക്ക് ജില്ലാതലത്തിൽ പ്രതിഭാസംഗമം, അഭിനയക്കളരി, വെൽനസ് ഡാൻസ്, ഫിസിക്കൽ എക്സർസൈസ് ഉൾപ്പെടെയുള്ള വിവിധ സെഷനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. തന്റെ നേട്ടങ്ങൾക്കെല്ലാം ഗിഫ്റ്റഡ് ചിൽഡ്രൻ ക്ലാസുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് അശ്വിൻ പറഞ്ഞു. ചാവക്കാട് ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. 2024-25 അധ്യയന വർഷത്തിലെ ഇൻസ്പയർ അവാർഡിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ പരിപാടികളിൽ ഞാൻ തുടർച്ചയായിട്ട് അംഗമായിട്ടുണ്ട്. ഇവിടുത്തെ സപ്പോർട്ടോടു കൂടിയാണ് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇൻസ്പയർ അവാർഡ് കൂടാതെ എനിക്ക് MTSC പരീക്ഷയിൽ സ്റ്റേറ്റ് ലെവൽ 3rd റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ യങ് സയൻറ്റിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പരിപാടിയുടെ ഫിനാലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. യങ് സയൻറ്റിസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ പേരാണ് പ്രൊഡ്യൂസിങ് കാർബൺ അലോട്രോപ്സ് ഫ്രം വേസ്റ്റ് മെറ്റീരിയൽസ്. ഈ പ്രൊജക്റ്റ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. ഇവിടുത്തെ ക്ലാസ്സുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തത്. അക്കൗണ്ടന്റായ തൃശൂർ കിള്ളിമംഗലം കൊളാത്തുപറമ്പിൽ വീട്ടിൽ KS വിനോദും ചേലക്കര SMTGHS സ്കൂൾ അധ്യാപിക MJ ബിജിയുമാണ് മാതാപിതാക്കൾ. കർക്കിടക ബാഹുബലിക്കായി തർപ്പണ കേന്ദ്രങ്ങൾ ഒരുങ്ങി. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ബാഹുബലിക്ക് ഒരുക്കങ്ങളായതായി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്ന പിതൃതർപ്പണത്തിന് ആയിരങ്ങളാണ് വർഷം തോറും എത്താറുള്ളത്. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യ പൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താവുന്നതാണ്. തർപ്പണശേഷം പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പെരുമ്പ്ലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക ബാഹുബലിക്കുള്ള ഒരുക്കങ്ങളായി. ശിവക്ഷേത്രത്തിന് പുറകിൽ കുളം വരുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പൊറവൂർ ക്ഷേത്രം. ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് ഗംഗാനദിയിൽ ബലിയിടുന്നതിന് സമമാണെന്നാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയത് കാർമ്മികത്വം വഹിക്കും. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യ പൂജ, കൂട്ടുഗണപതി ഹോമം എന്നീ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കിരാലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക ബാഹുബലി തർപ്പണ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇളയത് ഹരി തിരുമേനി തിരൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 5:30 ചടങ്ങുകൾ ആരംഭിക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ആഗോള വാർഷിക സമ്മേളനത്തിൽ പങ്കാളികളാകാൻ ഒരുങ്ങി ആലൂർ നിവാസികൾ. ജൂലൈ 25, 26, 27 തീയതികളിൽ ലണ്ടനിലെ ആൾട്ടണിൽ വെച്ച് നടക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിലാണ് ആളൂർ നിവാസികൾ പങ്കെടുക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവായ ഹദ്രത്ത് മിർസ അസ്രൂർ അഹമ്മദ് നിർവഹിക്കും. സമ്മേളനത്തിൽ 90ഓളം രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ ആത്മീയ സംഗമം യൂറോപ്പിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പാർലമെന്റ് അംഗങ്ങൾ, മേയർമാർ, പൗരപ്രമുഖ നേതാക്കൾ, നയതന്ത്രജ്ഞർ, വിവിധ മതഗുരുക്കന്മാരെല്ലാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നിരവധി ആത്മീയ, ധാർമ്മിക, സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മതസൗഹാർദ്ദ സമ്മേളനവും മഹിളാ സംഗമവും ഇതിന്റെ ഭാഗമായി നടക്കും. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ചാവക്കാട് സബ് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ജോസ് ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് ആദരവ് നൽകി. സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ, സംസ്ഥാന ട്രഷറർ V അൻവർ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഷീർ ഹാജി, ജില്ലാ പ്രസിഡന്റ് സുരേഷ് വാര്യർ, സെക്രട്ടറി AB രാജേഷ്, വൈസ് പ്രസിഡന്റ് വിനോദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വർഗീസ് കോടങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CT ഡെന്നിസ് സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് CC ജോസൻ നന്ദിയും പറഞ്ഞു.
പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഭൂമിക്ക് ഒരു തൈ പദ്ധതിയുടെ ബ്രോഷറിന്റെ പ്രകാശനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG ജയപ്രദീപ് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന ഭാരവാഹികളായ N ഷാജി തോമസ്, ഡോക്ടർ ജോൺസൺ ആളൂർ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈ വിതരണം, വിവിധ മത്സരങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി സ്നേഹികൾക്ക് ആദരം എന്നിവയും സംഘടിപ്പിക്കും. PS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂൾ അനുശോചനം രേഖപ്പെടുത്തി. അസംബ്ലിയിൽ ഹെഡ്മാസ്റ്റർ V. ജിയോ ജോർജ് അനുസ്മരണ പ്രസംഗം നടത്തി. വിവിധ പത്രങ്ങളിൽ വന്ന VS അച്യുതാനന്ദൻ അനുസ്മരണ വാർത്തകളും ചിത്രങ്ങളും വിദ്യാലയത്തിൽ പ്രദർശിപ്പിച്ചു. അനുസ്മരണ യോഗത്തിന് അധ്യാപകരായ AACC ഫ്ലെമി C. പ്രസാദ്, N. ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. കുരുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ സെന്റ് സേവിയേഴ്സ് കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. രാവിലെ ദേവാലയത്തിൽ കാഴ്ച സമർപ്പണത്തോടെ നടന്ന ദിവ്യബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. വൈകിട്ട് കുരിശുപള്ളിയിൽ ലതീഞ്ഞിനു ശേഷം വിശുദ്ധന്റെ രൂപവും ബൈബിളുമായി കുടുംബ കൂട്ടായ്മാംഗങ്ങൾ വാർഷികാഘോഷ വേദിയിലെത്തി. കൂട്ടായ്മ പ്രസിഡന്റ് AV ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷികാഘോഷത്തിൽ ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിർമ്മല ഭവൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആൻസി, ഡീക്കൻ ജിജോ തറയിൽ, കേന്ദ്രസമിതി കൺവീനർ അൽഫോൺസ് മുട്ടത്ത്, കൈക്കാരൻ PK ജാക്സൺ, ഇടവകയിലെ വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗം വടക്കൻ പത്രോസിനെയും വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നവരെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനി അനന്യ, രാഷ്ട്രപതി പുരസ്കാരം നേടിയ മേജർ PJ സ്റ്റേജു മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. കലാപരിപാടികൾക്കു ശേഷം സ്നേഹവിരുന്നും നടന്നു. ആഘോഷങ്ങൾക്ക് CK ബിജോയ്, VG സെബാസ്റ്റ്യൻ, ലിമ അജു, ജീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ പുതിയ അക്കാദമിക് വേദിയായ സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ നൃത്തവിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും പ്രശസ്ത ഭരതനാട്യ മോഹിനിയാട്ടം നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നൃത്തകലയുടെ സമൂഹമാറ്റത്തിലുള്ള പങ്ക്, കലയുടെ ആത്മീയമായ ഗൗരവം എന്നിവയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആഴത്തിലുള്ള അവതരണം നടത്തി. നൃത്തകലാരംഗത്ത് പുരുഷന്മാർ നേരിടുന്ന ലിംഗ അസമത്വങ്ങളെയും കലാകാരന്മാരെ വിലയിരുത്തുന്ന സമീപനങ്ങളിലെ തെറ്റായ ധാരണകളെയും മാറ്റിയെടുക്കാൻ സാമൂഹ്യ ജാഗ്രത വേണമെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യ ജീവിതത്തെ ഒരു മാനവികതയിലേക്ക് നയിക്കുന്ന ഒരു സംഗീതമാണ് കലകൾ. കലകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്കാരം വികസിച്ചു വരുന്നതിന് മുൻപായി തന്നെ, അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകുന്ന മുമ്പ് തന്നെ മനുഷ്യ ജീവിതവുമായി അത്രമേൽ ഇടപിരിയുന്ന ഒരു രൂപമാണ് കലകൾ. നൃത്തമായാലും സംഗീതമായാലും ചിത്രകലകളായാലും മറ്റേത് തരത്തിലുള്ള വൈജ്ഞാനികമായ തലങ്ങളായാലും അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യരിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ ജയഫാരിദ അധ്യക്ഷത വഹിച്ചു. സെന്റർ കോർഡിനേറ്റർ PA അമൃത സ്വാഗതവും 3ാം സെമസ്റ്റർ BCom ഫിനാൻസ് വിദ്യാർത്ഥിനിയായ നുഫൈസ നന്ദിയും പറഞ്ഞു. ക്ലബിന്റെ ലോഗോ പ്രകാശനം RLV രാമകൃഷ്ണൻ നിർവഹിച്ചു. IQSC കോർഡിനേറ്റർ C. ജുബി ജോയ് സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, അക്കാദമിക് കോർഡിനേറ്റർ മീര, NAC കോർഡിനേറ്റർ സുനിയ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യൻ വൈജ്ഞാനിക മേഖലയിലെ വൈവിധ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി അവയെ അഭ്യസിക്കുകയും ആഴത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് സെന്ററിന്റെ മുഖ്യ ലക്ഷ്യം. ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഒരു സജീവമായുള്ള പഠനവേദിയൊരുക്കുകയാണ് കോളേജിന്റെ ശ്രമം. വാഗയിലെ PKB കളരി സംഘത്തിലെ ആനന്ദൻ ഗുരുക്കളുടെ 60ാം പിറന്നാൾ ആഘോഷം നടന്നു. മറ്റം മഴവിൽ ഓഡിറ്റോറിയത്തിൽ ഗുരുവന്ദനം എന്ന പേരിലാണ് പിറന്നാൾ ആഘോഷം നടത്തിയത്. മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയായി ആനന്ദൻ ഗുരുക്കളെ MLA പൊന്നാടയണിയിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, പഞ്ചായത്ത് അംഗം ഷൈനി, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TD സുനിൽ, ജില്ലാ യോഗ അസോസിയേഷൻ കോഴ്സ് ഡയറക്ടർ ഗോപിനാഥ് ഇടക്കുന്നി, ആയുർവേദ വിദഗ്ധൻ ഉള്ളന്നൂർ മന ബ്രഹ്മദത്തൻ, ബാലചന്ദ്രൻ വടാശ്ശേരി, ഡോക്ടർ ബലരാമൻ, ഡോക്ടർ സിറിയക്, ES സോമൻ, ശ്രീകുമാർ വാഗ, വിജിത് K. വിജയൻ, ഹൃദ്യ ഡേവിഡ് തുടങ്ങി ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾ ആനന്ദൻ ഗുരുക്കളെ പൊന്നാടയണിയിച്ച് ആശംസാ പ്രസംഗം നടത്തി. സ്നേഹവിരുന്നോടെ പിറന്നാൾ ആഘോഷം സമാപിച്ചു.
സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും KDISCUം സംയുക്തമായി നടപ്പിലാക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ 7ാം പതിപ്പിൽ ജില്ലാതല വിജയികളായി കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 2ാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളായ AS റിഫാൻ, PB ഷബാന എന്നിവരാണ് 25,000 രൂപയുടെ സമ്മാന തുകയ്ക്കും സംസ്ഥാനതല മത്സരത്തിനും അർഹത നേടിയത്. ജില്ലാതലത്തിൽ നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തെരഞ്ഞെടുത്ത മികച്ച 12 ടീമുകളിൽ ചാവക്കാട് ഉപജില്ലയിലെ തന്നെ ഏക വിദ്യാലയമായി മാറിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VHS. കേച്ചേരി മമ്പ ഉൽഹുദ എക്സലൻസി അക്കാദമിയിൽ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനലിന്റെ ഉദ്ഘാടനം നടന്നു. പുതുതലമുറയ്ക്ക് ഒപ്പം ചുവടുറപ്പിച്ച് അക്കാദമിയിൽ സജ്ജമാക്കിയ ഇന്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ മമ്പ ഉൽഹുദ അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് സക്കാഫി വാവൂർ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. എക്സലൻസി പ്രിൻസിപ്പൽ യാസിൻ നൂറാനി അധ്യക്ഷത വഹിച്ചു. HR മാനേജർ മുസദ്ദിഖ് എളമരം, അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ അസലാം സക്കാഫി, ഫാറൂഖ് സക്കാഫി, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ഗയ്യം ബാക്കവി എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,330 രൂപ, സ്വർണം പവന് 74,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. ചർമ്മം കുന്നംകുളം മാർത്താറ്റെ വാണിയം പറമ്പിൽ ചിന്നൻ മകൻ സാബു എന്ന സുനിൽ കുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടന്നു. ബീന ഭാര്യയും ആദിദേവ്, അമൽദേവ് എന്നിവർ മക്കളുമാണ്. പട്ടിക്കര നാലകത്ത് പരേതനായ NK കുഞ്ഞുമോൻ മകൻ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്ത് മുൻ മെമ്പറും കുന്നംകുളം ഫിഷ് മാർക്കറ്റ് NK കുഞ്ഞുമോൻ ആൻഡ് സൺസ് കമ്പനി ഉടമയുമാണ് പരേതൻ. കബറടക്കം പട്ടിക്കര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ജമീലയാണ് ഭാര്യ. അനീസ് റഹ്മാൻ, ഷഹന, പരേതനായ നിമീഷ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മുരിങ്ങത്തേരി വലിയ വളപ്പിൽ അറുമുഖൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. മജീഷ്യനായിരുന്നു പരേതൻ. സരസ്വതി ഭാര്യയും സിന്ധു, സുരേഷ്, സുജ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന്റെ സമരചരിത്രത്തിലേക്ക് ധീരോദാത്തമായ ഒരു നൂറ്റാണ്ട് സമ്മാനിച്ച VS അച്യുതാനന്ദന് നാടിന്റെ ഹൃദയാഞ്ജലി. VSന്റെ അവസാന യാത്ര നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത് 22 മണിക്കൂർ കൊണ്ട്. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പോരാട്ടങ്ങളുടെ പ്രതീകമായ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ. കാണിപ്പയ്യൂരിൽ ബൈക്കിലെത്തിയ 2 സംഘം 82-കാരിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തിങ്കൽ വീട്ടിൽ ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത്. ദൃശ്യങ്ങൾ CCTVക്ക്. പോലീസ് അന്വേഷണം ഊർജിതം. ആശങ്കക്കിടയാക്കി കുഴഞ്ഞു വീട് മരണങ്ങൾ. ചാലിശ്ശേരിയിൽ 14-കാരൻ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ കുഴഞ്ഞു വീട് മരിച്ചു. പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഇയാൾ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കൂത്തുകല്ലെ ഒലക്കെങ്കിൽ ഔസേഫ് മകൾ കൃപയാണ് മരിച്ചത്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി വ്യാഴാഴ്ച. ചടങ്ങുകൾക്കായി തർപ്പണ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഒരുക്കി. പഞ്ചവടി വാക്കടപ്പുറത്തും പഴഞ്ഞി തുപ്പേച്ചിറ ക്ഷേത്രത്തിലും വിപുലമായ ക്രമീകരണങ്ങൾ. ഡോൾഫിന്റെ ജഡം വീണ്ടും കരക്കടിഞ്ഞു. കടപ്പുറം തൊട്ടാപ്പു ലൈറ്റ് ഹൗസ് തീരത്താണ് ജഡം കരക്കടിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ബ്ലാങ്ങാട് ബീച്ചിൽ ജഡം കരക്കടിഞ്ഞിരുന്നു. അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങൾ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക തീരമേഖലയിൽ ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പെരുമ്പിലാവ് ആൽത്തറ കൊടിക്കുന്നത്ത് ക്ഷേത്രത്തിന് സമീപം മേനോത്ത് വേണു മകൻ ഗോപി എന്ന വിനീതിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു.
പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.